എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എഴുതിയ മൂകസാക്ഷി എന്ന കഥയാണ് ഞാനിവിടെ വായിക്കുന്നത്. എൻ്റെ കഥകളിൽ എല്ലാം തന്നെ എൻ്റെ അനുഭവങ്ങളുടെ ഒരു നേർക്കാഴ്ച ഞാൻ കൊണ്ടുവരാറുണ്ട്. എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഭാവനയും കൂട്ടിച്ചേർത്താണ് ഞാൻ കഥകൾ എഴുതാറുള്ളത്. അങ്ങനെ ഒരു കഥയാണ് മൂകസാക്ഷി എന്നുള്ളത്. വായന തുടരുന്നു. മൂകസാക്ഷി. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ചുരുണ്ട മുടിയും വലിയ കണ്ണുകളുമുള്ള ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് അവൻ കണ്ണിമയ്ക്കാതെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ജനലഴികൾക്കിടയിലൂടെ സഹോദരൻ്റെ മൃതശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. അവൾക്ക് ഇവിടെ ഈ ശരീരത്തിനരികിൽ വന്നിരിക്കാമായിരുന്നില്ലേ എന്ന് അവൻ ചിന്തിച്ചു. അവളുടെ ദുഃഖം അവളിൽ നിന്നൊഴുകി അവൻ്റെ ശരീരത്തിൽ പടർന്ന് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മരണവീടിൻ്റെ ചിത്രം അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. കോടീശ്വരനായ ഒരച്ഛൻ്റെ മരണം. അനാഥനെപ്പോലെ, തികച്ചും ഒരു ഭിക്ഷാന്തേഹിയെപ്പോലെ വൃത്തിയില്ലാത്ത നിലത്ത് കീറപ്പായയിൽ കിടന്ന അച്ഛൻ്റെ ശരീരമോർത്തപ്പോൾ അവൻ്റെ മനസ്സ് നുറുങ്ങി. എല്ലാത്തിനും സാക്ഷിയാകേണ്ടി വന്നിട്ടും ആരോടും ഒന്നും പറയാനാവാതെ ദൂരെ കാതങ്ങൾക്കപ്പുറം മാറി കരയാൻ പോലും മറന്ന് മരവിച്ച മനസ്സുമായി മൂകസാക്ഷിയായി നോക്കി നിന്നു. കുളിപ്പിച്ച് കിടത്തിയ അച്ഛൻ്റെ മൃതദേഹത്തിനരികിലിരിക്കാൻ പോലും ആരുമില്ലായിരുന്നു. പാവം അച്ഛൻ. അരികിലേക്ക് ചെല്ലാൻ അനുവാദമില്ലാതെ കാതങ്ങൾക്കപ്പുറം ഞാൻ എല്ലാം നോക്കി നിന്നു. കൊച്ചുമകൾ മാത്രം ദൂരെ നിന്ന് കരഞ്ഞു. കൊച്ചുമകളുടെ നോട്ടം തന്നിലേക്ക് നീളുന്നതറിഞ്ഞപ്പോൾ പതിയെ മിഴികളടച്ചു നിന്നത് എന്തിനായിരുന്നു? ഇന്നും അതിനുത്തരമായി ഒന്നും മനസ്സിൽ തെളിയുന്നില്ല. തൻ്റെ നിസ്സഹായതയെ ശപിക്കാനേ നിവർത്തിയുള്ളൂ. പെട്ടെന്ന് ആ ദൃശ്യം അകന്നുപോയി. കാതുകളിൽ മറ്റൊരു ശബ്ദം നിറഞ്ഞു. എങ്കിലും എൻ്റെ ചേട്ടാ, ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോയല്ലോ. ജനലരികിൽ നിന്ന് ആ പെൺകുട്ടി മൃതദേഹത്തിലേക്ക് നോക്കിക്കരഞ്ഞു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കി നിന്നു. കുറേ ആളുകൾ ചേർന്ന് ആ മൃതദേഹമെടുത്ത് തെക്കോട്ട് നടന്നു നീങ്ങുമ്പോഴും അവൾ ജനലഴികളിൽ മുഖം ചേർത്ത് വെച്ച് തേങ്ങുകയായിരുന്നു.